വട്ടിയൂർക്കാവ് നഷ്ടമാകുമെന്നുറപ്പിച്ച് ബി.ജെ.പി. നേതൃത്വം. മുൻ ഡി.ജി.പി. ആർ. ശ്രീലേഖയെ രംഗത്തിറക്കിയത് ക്ലിക്കായില്ല. വോട്ടുകൾ ഇതര മുന്നണികളിലേക്ക് വഴിമാറി ഒഴുകിയെന്നും കണ്ടെത്തൽ. വി.കെ. പ്രശാന്തോ കെ. മുരളീധരനോ? ആവേശമിരമ്പി വട്ടിയൂർക്കാവ്. ബി.ജെ.പി. പ്രതീക്ഷയർപ്പിച്ചിരുന്ന വട്ടിയൂർക്കാവിൽ നാടകീയ സംഭവ വികാസങ്ങൾ. എൻ.ഡി.എ സ്ഥാനാർത്ഥി മുൻ ഡി.ജി.പി. ആർ. ശ്രീലേഖ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെന്നും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റപ്പെടുമെന്നും ബി.ജെ.പിയിൽ വിലയിരുത്തൽ. വട്ടിയൂർക്കാവിന്റെ സാധ്യതകൾക്കനുസരിച്ച സ്ഥാനാർത്ഥിയായിരുന്നില്ല ആർ. ശ്രീലേഖ. പാർട്ടിയിലെ അടിത്തട്ടു മുതൽ മുകളിലേക്കുള്ള മുഴുവൻ പ്രവർത്തകർക്കും സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയുമായിരുന്നില്ല ശ്രീലേഖയെന്നും പ്രാദേശിക തലത്തിലെ പ്രവർത്തകരുമായി ചർച്ച ചെയ്യാതെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ശരിയായില്ലെന്നുമാണ് എൻ.ഡി.എ പ്രവർത്തകരുടെ പൊതുവികാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കൈവരിച്ച മുന്നേറ്റം കണക്കിലെടുത്താണ് ഇത്തവണ വട്ടിയൂർക്കാവിൽ ജയപ്രതീക്ഷയുണ്ടെന്ന് ബി.ജെ.പി. നേതൃത്വം വിലയിരുത്തിയത്. ശക്തമായ ത്രികോണ മത്സരം വട്ടിയൂർക്കാവിൽ അരങ്ങേറുമെന്നും അതുവഴി എൻ.ഡി.എ വിജയത്തിലെത്തുമെന്നുമായിരുന്നു ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചുവെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ബി.ജെ.പി. നേതൃത്വത്തിനുള്ളത്. പാർട്ടിയിലെ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യയായ സ്ഥാനാർത്ഥിയായിരുന്നില്ല ശ്രീലേഖ. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ പരമ്പരാഗത വോട്ടുകൾ മറ്റു മുന്നണികളിലേക്ക് മറിഞ്ഞതായും ബി.ജെ.പി. നേതൃത്വം കരുതുന്നുണ്ട്. അടിത്തട്ടിലുള്ള പ്രവർത്തകരുമായി ഇഴുകിച്ചേരാൻ കഴിയാത്ത പ്രവർത്തനമാണ് ശ്രീലേഖ നടത്തിയതെന്നാണ് ബി.ജെ.പിക്കുള്ളിൽ പൊതുവെ ഉയരുന്ന വികാരം. ശ്രീലേഖയ്ക്ക് പകരം മണ്ഡലത്തിൽ പൊതുസ്വീകാര്യതയുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാമെന്നായിരുന്നു ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ബി.ജെ.പി. ക്യാമ്പിൽ നിന്നും വൻതോതിൽ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി വഴിമാറി ഒഴുകുകയായിരുന്നുവെന്നാണ് മറ്റ് രണ്ട് മുന്നണികളുടെയും വിലയിരുത്തൽ. ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇടത് കേന്ദ്രങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് പകർന്നിട്ടുള്ളത്. സിറ്റിംഗ് എം.എൽ.എ. വി.കെ. പ്രശാന്ത് 8,000-നും 10,000-നും ഇടയിൽ വോട്ട് ശേഖരിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിപ്രഭാവവും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും തുണയായി മാറുമെന്ന പ്രതീക്ഷയിലാണ് CPM നേതൃത്വം. അതേസമയം UDF സ്ഥാനാർത്ഥി കെ. മുരളീധരൻ വിജയിക്കുമെന്നാണ് UDF നേതാക്കൾ കണക്കുകൂട്ടുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പട്ടം, കേശവദാസപുരം മേഖലകളിലെ ക്രൈസ്തവ വോട്ടുകളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിച്ചുവെന്നും ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ടെന്നുമാണ് അവരുടെ വികാരം. ആദ്യഘട്ടത്തിൽ ശക്തമായ ത്രികോണ പോരാട്ടം പ്രതീക്ഷിച്ച വട്ടിയൂർക്കാവിൽ ഈ വിധത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ആരും കണക്ക് കൂട്ടിയിരുന്നില്ലെന്നും ബി.ജെ.പി. നേതൃത്വം കരുതുന്നു. എന്തുതന്നെയായാലും വട്ടിയൂർക്കാവിൽ വി.കെ. പ്രശാന്തോ കെ. മുരളീധരനോ എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്. വിജയം പ്രതീക്ഷിച്ച വട്ടിയൂർക്കാവിലെ എൻ.ഡി.എ പ്രവർത്തകർക്ക് ഇപ്പോഴത്തെ അടിയൊഴുക്കുകൾ വലിയ ഷോക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ശ്രീലേഖ തോൽക്കുമെന്ന് അവർ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു.